ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഗ്യാസ് അടുപ്പുകൾ, നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഉള്ള അടുപ്പുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട നല്ല കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സിലുള്ള അടുപ്പുകളുള്ളവർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് വൃത്തിയാക്കുന്നതും അത് മാത്രമല്ല, നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ ഒരു അടുപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. അപ്പം നമ്മൾ ഇതുപോലത്തെ അടുപ്പുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെയൊക്കെ തുരുമ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം എനിക്കിവിടെ 2 അടുപ്പുള്ളത് കൊണ്ട് തന്നെ മാക്സിമം ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രാത്രി മാത്രമേ ഇതിൽ പാചകം ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് നിറയെ നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോൾ തന്നെ അതിൻ്റെ അടപ്പിലൊക്കെ നല്ലതുപോലെ തുരുമ്പിച്ച് നമുക്ക് അത് പെട്ടെന്ന് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സിലുള്ള അടുപ്പുകൾ നമുക്ക് പെട്ടെന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ നിറയെ അഴുക്കൊക്കെ പറ്റി അകത്തൊക്കെ നല്ലതുപോലെ പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു അഴുക്ക് പിടിച്ച എല്ലാ ഭാഗത്തൊന്ന് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സോഡാപ്പൊടി നല്ലതുപോലെ അഴുക്കൊക്കെ പോയി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ നല്ലതുപോലെ പതഞ്ഞ് ആ അഴുക്കെല്ലാം പോയി കിട്ടും. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ലിക്വിഡാണ്. അത് നമ്മൾ പാത്രം കഴുകുന്ന ഏത് ലിക്വിഡായാലും കുഴപ്പമില്ല. അപ്പം ഇത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് ശേഷം നമ്മളൊരു 10 മിനിറ്റ് അതൊന്ന് നല്ലതുപോലെ കുതിർന്ന് അഴുക്കൊക്കെ ഇളകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇളകി വരാത്ത അഴുക്കുകളാണെങ്കിൽ ഒന്ന് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അധികം ബലം പ്രയോഗിച്ച് തേക്കാതെ നമുക്ക് പതുക്കെ ഒന്ന് തേച്ചെടുത്താൽ മതി. കാരണം അതിലൊക്കെ നിറയെ പോറൽ വീഴും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച ശേഷം നമ്മൾ അതിൻ്റെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് വൃത്തിയാക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലത്തെ അടുപ്പുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ദിവസവും നല്ലതുപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരാഴ്ച കൂടുതലായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട്, കാരണം ഏറ്റവും കൂടുതൽ പാചകം ചെയ്യുന്ന ഞാൻ ചെറിയ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഇവിടെ ഇതെല്ലാം ഒന്ന് തേച്ച് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 2 അടുപ്പിൽ കൂടെ ഞാൻ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് അടുപ്പുകൾ ഭംഗിയുണ്ടൊക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീലിൻ്റെ അടുപ്പുകൾ വാങ്ങിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈ ഗ്ലാസ് അടുപ്പുകളൊക്കെ ചെറിയ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ പുറവും കൂടെ വൃത്തിയാക്കാൻ വേണ്ടി കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് വേണം നമ്മൾ അതിനെ കഴുകിയെടുക്കാൻ. കാരണം നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് തേക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിലൊക്കെ നല്ലതുപോലെ പോറൽ വീഴും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലത്തെ ഗ്ലാസ് അടുപ്പുകൾ വൃത്തിയാക്കണമെങ്കിലും നല്ല പഞ്ഞി പോലത്തെ സ്പോഞ്ചൊക്കെ ഉപയോഗിച്ചാണ് നമുക്ക് അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഇടഭാഗവും കൂടി നല്ലതുപോലെ വൃത്തിയാക്കണം. കാരണം നമ്മൾ ഈ പാചകമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ വേസ്റ്റൊക്കെ അതിൻ്റെ ഇടയിൽ വീണ് കഴിഞ്ഞാൽ അവിടെ നിറയെ ഉറുമ്പിൻ്റെ ശല്യം വരും. അപ്പോൾ അങ്ങനെ ഉറുമ്പ് നിറഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒന്നും വേവിക്കാനോ അതുപോലെ തന്നെ പാചകം ചെയ്തൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ എപ്പോഴും വൃത്തിയാക്കിയാലും അതിൻ്റെ ആ ഒരു ഇടഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ടവലോ അല്ലെങ്കിൽ ഒരു തുണിയോ കോട്ടൺ തുണിയോ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം നമ്മൾ ഈ ഗ്ലാസിൻ്റെ പുറവും അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നമ്മൾ കോരി വെള്ളമൊന്നും ഒഴിച്ചൊന്നും ഇതിൻ്റെ അടുപ്പിൻ്റെ പുറമൊന്നും കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലത്തെ കട്ടിയുള്ള ഒരു ടവലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതുമാത്രമല്ല ആ ഒരു അടുപ്പിൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ ആ തുണി കൊണ്ട് ആ പൊടികളെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുപ്പ് എത്ര വർഷമായാലും, ഇതിപ്പം 8 വർഷം കൂടെ കഴിഞ്ഞ അടുപ്പാണ് കേട്ടോ.
അപ്പം ഞാനിതാ ഇവിടെ അത് സ്ഥിരമായിട്ട് നല്ലതുപോലെ വൃത്തിയാക്കി ഇതുവരെ ഞാൻ ഇത് ഒരു കുഴപ്പവും പറ്റാതെ സൂക്ഷിക്കുന്ന ഒരു അടുപ്പാണ് കേട്ടോ. പക്ഷേ നല്ല അടുപ്പുകൾ നമ്മൾ വില കൂടുതൽ കൊടുക്കും തോറും അടുപ്പ് കുറേ കാലം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതുവരെ വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഗ്ലാസ് അടുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇത്തിരി പേടിയാണ് കേട്ടോ. നമുക്ക് സ്റ്റീൽ അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട. അപ്പോൾ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഗ്ലാസ്സൊക്കെ പൊട്ടുന്നൊക്കെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടഭാഗത്ത് കണ്ടോ ഒരു ടൂപ്പിക്കൊക്കെ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ട് കണ്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ വരികയാണെങ്കിൽ ഉറുമ്പൊക്കെ കയറിയിരുന്ന് നിറയെ ഉറുമ്പിൻ്റെ ശല്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദിവസവും ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അടുപ്പെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ബർണറെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് വിനാഗിരി കുറച്ച് ലിക്വിഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബർണറും എല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് ആയ ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം അഴുക്കില്ല കേട്ടോ. എങ്കിലും നമുക്ക് ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ആ പൊടിയോ എന്തെങ്കിലുമൊക്കെ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു അടുപ്പ് നല്ലതുപോലെ കത്തി നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഗ്യാസ് അടുപ്പുകളൊക്കെ ചെറിയ കംപ്ലൈൻ്റൊക്കെ വരുമ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ നന്നാക്കണം. നമ്മൾ പിന്നെ നന്നാക്കാമെന്നും പറഞ്ഞ് വച്ചിരിക്കാനേ പാടില്ല കേട്ടോ. അത് വലിയ അപകടങ്ങൾ തന്നെ വിളിച്ച് വരുത്തും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ കൊണ്ടുപോയി അത് നന്നാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കഴുകി തുടച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഒരു കറയോ ഒന്നുമില്ല. നല്ല അഴുക്ക് പിടിച്ചിരുന്ന ഒരു അടുപ്പാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. അപ്പം ഞാനവിടെ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പിന്നുപയോഗിച്ച് അതിൻ്റെ ആ ഒരു ഹോളെല്ലാം ഒന്ന് നല്ലതുപോലെ കുത്തി കൊടുക്കണം. എന്തെങ്കിലും ചെറിയ അടവോ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നുപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ആ ഹോളെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്യാസ് അടുപ്പ് നല്ലതുപോലെ ഒട്ടും തന്നെ കണ്ടോ ഇപ്പോൾ കളർ വ്യത്യാസമോ ഒന്നുമില്ല, നല്ലതുപോലെ കത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോൾ എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ നന്നാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ.